ഹലോ, എന്നാണ്ട് വിശേഷം? വിജയ് അറ്റീരിയറിൻ്റെ ഒരു മാസ്മരിക എപ്പിസോഡിലേക്ക് വിടുകാൻ പോവുകയാണ് നമ്മൾ. കൊടിയ അപകടമായ പരീക്ഷണം വിജയിച്ച് സാമർത്ഥ്യം തെളിയിച്ച കോക്കോ അവിടെ പ്രിയപ്പെട്ടവളായി മാറുമ്പോൾ മാസ്റ്റർ കിഫ്രിയുടെ ചില മന്ത്രവിദ്യയെക്കുറിച്ചുള്ള അടിസ്ഥാന പാഠങ്ങൾ കോക്കോയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നതിലൂടെയാണ് പുതിയ കാഴ്ചകൾ തുടങ്ങുന്നത്. മാന്ത്രിക ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 4 സിജിലുകൾ. ലോകത്ത് അനേകം മാന്ത്രിക ചിഹ്നങ്ങൾ ഉണ്ടെങ്കിലും 4 ഘടകങ്ങൾ: തീ, ഫ്ലെയിം; വായുവിൽ ഉയരുന്ന ലെവിറ്റേഷൻ; വെള്ളം; പിന്നെ മണ്ണ് അഥവാ എർത്ത് എന്നിവ മറ്റെല്ലാറ്റിനേക്കാളും മുകളിലാണെന്ന് അദ്ദേഹം പഠിപ്പിക്കുന്നു. ഇവയാണ് പ്രകൃതിയുടെ അടിസ്ഥാന ശക്തികൾ. ഇതെല്ലാം പഠിച്ചോളാൻ വയ്യാതെ തുള്ളി നിൽക്കുന്ന കോക്കോ ആദ്യം പരീക്ഷിക്കുന്നത് വായുവിൽ ഉയരാനുള്ള ലെവിറ്റേഷൻ മാന്ത്രിക വിദ്യയാണ്. കാരണം മുന്നേ അഗോത്തിൻ്റെ ലെവിറ്റേറ്റിംഗ് ഷൂമായി ആയിരുന്നില്ലേ ദാദാ റേഞ്ചിലേക്ക് പോയത്. അവിടെ വെച്ച് വെള്ളത്തിൽ വീണ് അതിലെ മാന്ത്രികത നഷ്ടപ്പെട്ടു. അതിൽ ലെവിറ്റേഷൻ സിജിൽ വരച്ചിട്ട് കുഴപ്പമൊന്നും കൂടാതെ തിരിച്ചു കൊടുക്കാം എന്നിങ്ങനെ വളരെ കൗതുകത്തോടെയും ആവേശത്തോടെയും അവളത് വരയ്ക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിലും കാര്യങ്ങൾ അത്ര എളുപ്പമായിരുന്നില്ല. സിജിലുകൾ വരയ്ക്കുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ പിഴവുകൾ പോലും മാന്ത്രിക വിദ്യ പരാജയപ്പെടാൻ കാരണമാകുന്നു. കോക്കോ വീണ്ടും വീണ്ടും പരാജയപ്പെടുന്ന കാണുമ്പോൾ കിഫ്രിക്കും മറ്റു ശിഷ്യയായ ടെറ്റിയയ്ക്കും ഒരു കാര്യം മനസ്സിലായി. കോക്കോയ്ക്ക് അവരുടെ കൈകൾക്ക് അനുയോജ്യമായ ഒരു മികച്ച മാന്ത്രിക വടി വാൻഡ് ആവശ്യമാണ്. എന്നുവെച്ചാൽ ആ പേന. ഓരോ മന്ത്രവാദിനിക്കും അവരുടെ ശാരീരിക പ്രത്യേകതകൾക്കും മാന്ത്രിക രീതികൾക്കും ചേരുന്ന വടികൾ ഉണ്ടാവുക എന്നത് പ്രധാനമാണ്. അതിനാൽ അവർ കോക്കോയെ ഒരു മാന്ത്രിക സ്റ്റേഷനറി കടയിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിക്കുന്നു. ഒരു ചിത്രകാരന് സ്റ്റേഷനറി കട എങ്ങനെയോ അതുപോലെയാണ് മന്ത്രവാദികൾക്ക് ഈ കടകൾ. മാജിക് സ്റ്റേഷനറി എന്ന് കേട്ടപ്പോഴേ കോക്കോയുടെ മനസ്സ് സന്തോഷം കൊണ്ട് തുള്ളി കളിക്കുവാണ്. ചുറ്റും മന്ത്രവാദികളും മാജിക് ഐറ്റങ്ങളൊക്കെയുള്ള ഒരു വലിയ പ്രദേശമായിരിക്കില്ലേ ഇത്. എന്തായാലും അവിടെ വെച്ച് കോക്കോയ്ക്ക് കൂടുതൽ മികച്ച രീതിയിൽ മാന്ത്രിക വിദ്യ അഭ്യസിക്കാനാകുമെന്നാണ് കിഫ്രി വിശ്വസിക്കുന്നത്. അറ്റീലിയറുള്ള എല്ലാവരും ചേർന്ന് ഏറ്റവും അടുത്തുള്ള മന്ത്രവാദ നഗരമായ കാലിനിലേക്ക് പുറപ്പെടുന്നു. നഗരത്തിലെത്തിയ കോക്കോ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. സാധാരണ മനുഷ്യരുടെ ലോകത്ത് നിന്ന് വന്ന ഇവൾക്ക് ഇത്രയധികം മന്ത്രവാദികളെയും അവരുടെ വിചിത്രമായ മാന്ത്രിക സഹാരങ്ങളും ഒരിടത്ത് കാണുന്നത് ആദ്യത്തെ അനുഭവമായിരുന്നു. നഗരത്തിൻ്റെ തിരക്കും അവിടുത്തെ മാന്ത്രിക അന്തരീക്ഷവും അവളെ ആവേശം കൊള്ളിച്ചു. എന്നാൽ സംഘത്തിലുള്ള കട്ടക്കാരി അഗോത്തിന് ഈ വിനോദയാത്ര അത്ര എത്തിച്ചില്ല. എനിക്ക് കോക്കോയുടെ കാര്യങ്ങൾക്ക് വേണ്ടി നടക്കാൻ സൗകര്യമില്ല, വേറെ ചില കടകളിൽ കയറാനുണ്ട് എന്ന് പരുഷമായി പറഞ്ഞുകൊണ്ട് അവൾ തനിച്ച് നടക്കാൻ തീരുമാനിക്കുന്നു. ഈ അഗോത്തൊരു ഇൻട്രോവേർട്ട് ആണെങ്കിലും പഠനത്തിൽ അതീവ ശ്രദ്ധാലുവായ കുട്ടിയാണെന്ന് നമ്മൾ കാണുന്നതാണ്. കോക്കോയെ പോലെ ഒരു തുടക്കക്കാരുടെ കൂടെ സമയം കളയുന്നത് തൻ്റെ പുരോഗതിയെ ബാധിക്കുമെന്ന് അവൾ ഭയപ്പെടുന്നുണ്ട്. അങ്ങനെ അഗോത്ത് ഗ്രൂപ്പിൽ നിന്ന് പിരിഞ്ഞ് സ്വന്തം നിലയ്ക്ക് ഷോപ്പിങ്ങിനായി പോകുന്നു. ശേഷിച്ചവർ ദ സ്റ്റേറി സോഡ് എന്ന മാന്ത്രിക കടയിലേക്ക് എത്തുകയാണ്. ആ കടയുടെ ഘടന തന്നെ വളരെ വിചിത്രവും മനോഹരവുമായിരുന്നു. കടയുടെ നടുവിൽ തന്നെ ഒരു ഭീമാകാരമായ സിൽവർ വുഡ് എന്നൊരു പ്രത്യേക മരം വളർന്നു നിൽക്കുന്നുണ്ട്. കോക്കോയ്ക്ക് അത് വലിയൊരു അട്രാക്ഷനായിട്ടുള്ള ഒരു അലങ്കാരമായിട്ടാണ് ആദ്യം തോന്നിയത്. എന്നാൽ ആ മരത്തിൻ്റെ പ്രാധാന്യം വളരെ വലുതായിരുന്നു. കടയുടമയായ നോൾനോവയെ കോക്കോ അവിടെ വെച്ച് പരിചയപ്പെടുന്നു. ആ സിൽവർ വുഡ് മരം വെറുമൊരു മരമല്ലെന്ന് അദ്ദേഹം അവൾക്ക് വിശദീകരിച്ചു കൊടുക്കുന്നു. മന്ത്രവാദികൾ സിജിലുകൾ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന പ്രത്യേക മാന്ത്രിക മഷി വേർതിരിച്ചെടുക്കുന്നത് ഈ സിൽവർ വുഡ് മരത്തിൽ നിന്നാണ്. ആ മഷിയില്ലാതെ മന്ത്രവാദികൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ആ കടയുടെയും മന്ത്രവാദ ലോകത്തിൻ്റെയും ജീവനാടിയാണ് ആ മരം. നോൾനോവ അവരുടെ മുന്നിൽ വെച്ച് തന്നെ സിൽവർ വുഡിൻ്റെ വള്ളിപ്പടർ പൊടിച്ച് അത് പാകം ചെയ്ത് എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്ന മാന്ത്രിക മഷി ഒരു ഫ്ലാസ്കിൽ കുറച്ച് നിറച്ച് കോക്കോയ്ക്ക് സമ്മാനമായി നൽകുന്നു. തൻ്റെ പുതിയ മന്ത്രവാടി ഉപയോഗിച്ച് ആ മഷി കൊണ്ട് മാന്ത്രികവിദ്യ പരീക്ഷിക്കാൻ കോക്കോ തിരഞ്ഞെടുക്കുകയായിരുന്നു. കിഫ്രി കുട്ടികളെ അവരുടെ ഇഷ്ടത്തിന് വിട്ട് സ്വന്തമായി ഉയർത്തുമ്പോൾ എന്നാൽ ആ നിമിഷം താഴേക്കിറങ്ങി വന്ന കോക്കോ ജനാലയ്ക്ക് പുറത്തൊരു കാഴ്ച കണ്ടു. അവളുടെ ജീവിതം മാറ്റിമറിച്ച ആ നിഗൂഢമായ മുഖം മൂടി ധരിച്ച മന്ത്രവാദി മാസ്ക് വെച്ച് പുറത്തു നിൽക്കുന്നു. മറ്റൊന്നും ചിന്തിക്കാതെ അവൾ ആ മന്ത്രവാദിയെ പിന്തുടർന്ന് പുറത്തേക്ക് ഓടുകയാണ്. പിന്നാലെ ടെറ്റിയും റിച്ചിയും അവളെ തടയാനായി ഓടി. വഴിയിൽ വെച്ച് ഇവർ അഗോത്തിനെ കണ്ടുമുട്ടുന്നു. കാര്യങ്ങളൊന്നും വിശദീകരിക്കാൻ നിൽക്കാതെ ടെറ്റി അഗോത്തിനെ പിടിച്ച് ബലമായി കൂടെ കൂട്ടി വേഗത്തിൽ ഓടുമ്പോൾ കോക്കോ ആ മുഖം മൂടി അങ്ങിങ്ങായി കണ്ട് അങ്ങനെ പിന്തുടരുവാണ്. ഇവരുടെ എല്ലാം പിന്നാലെ കോക്കോയുടെ പുതിയ കമ്പാനിയൻ നമ്മുടെ ക്യൂട്ട് കൂട്ടൻ ബ്രഷ് ബഡിയുമുണ്ട്. അങ്ങനെ ഓടവേ ഇടനാഴിയിലായി ഒരുതരം പുക മണ്ഡലത്തിലൂടെ പിടമെല്ലാം കടന്നു പോകുന്നെങ്കിലും പിന്നാലെ വന്ന ബ്രഷ് ബഡി നിന്നു പോവുകയാണ്. കാരണം അത് സാധാരണ ഒരു പുകമറ അല്ലായിരുന്നു. അഗോത്തും സംഘവും ഒടുക്കം കോക്കോയെ കണ്ടെത്തി പിടിച്ച് നിർത്തുമ്പോൾ അവർ വളരെയേറെ ദൂരം പിന്നിട്ടിരുന്നു. നോക്കുമ്പോൾ തങ്ങൾ നിൽക്കുന്നത് തീർത്തും അപരിചിതമായ ഒരിടത്താണെന്ന് അവർക്ക് മനസ്സിലാവുകയാണ്. കാലിൻ നഗരത്തിലെ കെട്ടിടങ്ങളുമായി യാതൊരു സാമ്യവുമില്ലാത്ത വിചിത്രമായ വാസ്തുവിദ്യയുള്ള ഒരു സ്ഥലമായിരുന്നു അത്. അവർക്ക് വഴി തെറ്റിയിരിക്കുന്നു. കോക്കോയും സംഘവും നിൽക്കുന്നത് ഇപ്പോൾ കാലിൻ നഗരത്തിലല്ല എന്നവർക്ക് പെട്ടെന്ന് തന്നെ ബോധ്യപ്പെട്ടു. വെള്ളം നിറഞ്ഞ അവിടുത്തെ കെട്ടിടങ്ങളുടെ ഘടനയും അന്തരീക്ഷവും തികച്ചും ഭയാനകമായിരുന്നു. അവരെങ്ങനെയോ ഒരു മാന്ത്രിക കെണിയിലോ മറ്റൊരു ഡൈമെൻഷനിലോ അകപ്പെട്ടതുപോലെ തോന്നി. അങ്ങനെ നിൽക്കെയാണ് ആ മുഖംമൂടി ധരിച്ച മന്ത്രവാദി വീണ്ടും പ്രത്യക്ഷപ്പെടുന്നത്. അയാൾ ഇവരെ എത്തിച്ചതാണ് ഇവിടെ. കോക്കോയുടെ മന്ത്രവാദത്തിൻ്റെ ലോകത്തിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞു നിൽക്കെ കുട്ടികൾക്ക് ചിന്തിക്കാൻ പോലും സമയം ലഭിക്കും മുന്നേ ഒരു ഭയങ്കര സംഭവം നടക്കുവാണ്. അവരെ കാത്തിരുന്നത് ഒരു ഭീകര ജീവിയായിരുന്നു.
ഒരു കൂറ്റൻ ഡ്രാഗൺ. ആ മന്ത്രവാദിനികൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒന്നായിരുന്നു അത്. സാധാരണഗതിയിൽ മന്ത്രവാദ ലോകത്ത് ഇത്തരം ജീവികളെ നേരിടാൻ പ്രത്യേക പരിശീലനം സിദ്ധിച്ചവർ വേണം. എന്നാൽ ഇവിടെയുള്ളത് കേവലം വിദ്യാർത്ഥികൾ മാത്രമാണ്. കോക്കോ ഇതിനു മുമ്പ് ഇത്രയും വലിയൊരു അപകടത്തെ അഭിമുഖീകരിച്ചിട്ടില്ലെന്ന് പ്രത്യേകം പറയണ്ടല്ലോ. ഈ സമയം തന്നെ ഇതെല്ലാം നിരീക്ഷിക്കുന്ന ആ മാസ്കിന് പിന്നിലെ മന്ത്രവാദി കോക്കോയെ ഒരു സാധാരണ പെൺകുട്ടിയായല്ല, മറിച്ച് തങ്ങളുടെ വിപ്ലവകരമായ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാനുള്ള ഒരു പ്രതീക്ഷ ആയാണ് കരുതുന്നത്. കോക്കോ ഈ പ്രതിസന്ധിയെ എങ്ങനെ മറികടക്കും എന്ന് പരീക്ഷിക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം. ഇതേസമയം മാന്ത്രിക കടയിൽ തിരിച്ചെത്തിയ കിഫ്രി അങ്ങേയറ്റം ആശങ്കയിലായി. അപ്രന്റീസുകൾ അവിടെ ഇല്ലെന്നുള്ള കാര്യം പറഞ്ഞ്. നോൾഡോവയുടെ ചെറുമകനായ ടാർട്ട അവനവിടെയാണ് ജോലി ചെയ്യുന്നത്. ടാർട്ട പെൺകുട്ടികൾ ആരെയോ പിന്തുടർന്ന് ഓടിപ്പോയതെക്കുറിച്ച് കിഫ്രിയോട് ചില സൂചനകൾ നൽകുന്നു. ഒരുതരം മാസ്ക് ധരിച്ച ആളാണെന്നും ആ മുഖംമൂടി ഒരൊറ്റ കണ്ണുപോലുള്ളതായിരുന്നു എന്നുമുള്ള വിവരങ്ങളിൽ നിന്ന് കിഫ്രി ഒരു കാര്യം ഉറപ്പിച്ചു: ഇത് ബ്രീംഡ് ക്യാപ്സ് എന്ന നിരോധിക്കപ്പെട്ട മന്ത്രവാദ സംഘത്തിൻ്റെ പണിയാണ്. പഴയകാല മന്ത്രവാദ രീതികൾ, അതും വിലക്കപ്പെട്ട മാജിക്കൽ പിന്തുടരുന്ന പുരാതന മുഖംമൂടിയും തൊപ്പികളും ധരിക്കുന്ന ഈ സംഘം അങ്ങേയറ്റം അപകടകാരികളാണ്. കോക്കോയിലൂടെ അവരെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുമെന്നാണ് കിഫ്രി കരുതിയിരുന്നത്. എന്നാൽ ഇപ്പോൾ അവർ കോക്കോയെ തേടി, അതും ഈ ഒരു പരിഭാവനമായ നഗരത്തിലേക്ക് ആദ്യമായി എത്തിയിരിക്കുകയാണ്. അവരെന്തിനാണ് കോക്കോയെ ലക്ഷ്യം വയ്ക്കുന്നത് എന്ന് കിഫ്രിക്ക് ആദ്യം മനസ്സിലായില്ല. എങ്കിലും തൻ്റെ ശിഷ്യർ വലിയൊരു കെണിയിൽ അകപ്പെട്ടിരിക്കുകയാണെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. അവരെ കണ്ടെത്താനുള്ള വഴി തേടി അദ്ദേഹം അലയുന്നതിനിടെയാണ് കോക്കോയുടെ ബ്രഷ് ബഡ്ഡി, ആ കമ്പനിയൻ, ഓടിത്തിരികെ കിഫ്രിക്ക് അരികിലേക്ക് എത്തുന്നത്. ആ കൊച്ചുജീവിക്ക് കോക്കോയുടെ സ്ഥിതി എന്താണെന്ന് അറിയാമായിരുന്നു. കിഫ്രി അതിനോട് സഹായം അഭ്യർത്ഥിക്കുന്നു. അങ്ങനെ അവരെ കണ്ടെത്താനുള്ള ആദ്യത്തെ വഴി തെളിയുകയാണ്. തിരികെ ഡ്രാഗന്റെ അടുത്തേക്ക് വന്നാൽ അഗോത്ത് തന്റെ സ്വതസിദ്ധമായ ധൈര്യവും നേതൃപാഠവും പുറത്തെടുക്കുന്നത് നമുക്ക് കാണാം. അവൾ ഭയന്നുപോയ മറ്റുള്ളവരോട് വളരെ പതുക്കെ പിന്നോട്ട് നീങ്ങാൻ ആജ്ഞാപിക്കുന്നു. അതും ഡ്രാഗന്റെ മേലുള്ള ഐ കോണ്ടാക്റ്റ് നിലനിർത്തിക്കൊണ്ട് തന്നെ. എന്നാൽ ഡ്രാഗൺ അവരെ ശ്രദ്ധിക്കുകയും ആക്രമിക്കാൻ തയ്യാറെടുക്കുകയും ചെയ്യുന്നതോടെ പിന്നെ നെട്ടോട്ടമാണ്. ഭയചകിതരായ പെൺകുട്ടികൾ ജീവനം കൊണ്ട് ഓടാൻ തുടങ്ങി. ഡ്രാഗൺ അവരുടെ തൊട്ട് പിറകെയും. വഴിമധ്യേ അഗോത്തൊരു ഫയർ സ്പെൽ പ്രയോഗിച്ചു. ഇത് ഡ്രാഗനെ താൽക്കാലികമായൊന്ന് തടഞ്ഞു നിർത്താൻ സഹായിച്ചുവെങ്കിലും അവരെ രക്ഷിക്കാൻ അത് മതിയാകുമായിരുന്നില്ല. ഓട്ടത്തിനൊടുവിൽ അവർ ചെന്നുപെട്ടത് ഒരു ഡെഡ് എൻഡിലും. ഇവിടെ നിൽക്കെ കോക്കോയുടെ അതിശയം അഗോത്ത് ആ ഒരു ഫയർ സ്പെൽ പ്രയോഗിച്ചതിൽ. അവൾ കയ്യിലായി നോട്ട്സ് പോലെ കുറേ കടലാസുകൾ വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, സർക്കിൾ പൂർത്തിയാക്കാതെ. ഇപ്പോൾ ഒരാവശ്യം വന്നപ്പോൾ ജസ്റ്റ് ആ സർക്കിൾ ഒന്ന് മുട്ടിച്ചു. കംപ്ലീറ്റ് ആക്കിയ ശേഷം ഡ്രാഗനും നേരെ പ്രയോഗിച്ചതാണ്. അതൊരു നല്ല ഐഡിയ ആണ്, ഒരു പോക്കറ്റ് മാജിക് ഐറ്റം. എക്സൈറ്റ്മെൻറ്റൊക്കെ മാറ്റിവെച്ച് രക്ഷപ്പെടാനുള്ള വഴി നോക്കാൻ ദേഷിക്കുകയാണ് കോക്കോയുടെ അഗോത്ത്. മുന്നോട്ട് പോകാൻ വഴിയില്ല. പിന്നിൽ ആഞ്ഞെടുക്കുന്ന ഡ്രാഗണും. ഈ സാഹചര്യത്തിൽ ടെട്ടിയെ നിയന്ത്രണം വിട്ട് കരയാൻ തുടങ്ങുന്നു. അവൾ കോക്കോയെക്കുറിച്ച് പറഞ്ഞ് ദേഷ്യപ്പെടുകയും ഇതെല്ലാം അവളുടെ മാത്രം തെറ്റാണെന്ന് വിളിച്ച് പറയുകയും ചെയ്യുന്നു. കോക്കോ ആകെ തകർന്നുപോയി. കാരണം എപ്പോഴും സന്തോഷവതിയുള്ള ടെറ്റിയുടെ ഇങ്ങനത്തെ സ്വഭാവം അവൾ പ്രതീക്ഷിച്ചില്ല. എന്നാൽ അഗോത്തും റിച്ചയും ടെറ്റിയെ ശാന്തയാക്കാൻ ശ്രമിക്കുന്നു. അവരൊരുമിച്ച് നിന്നാലേ ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയൂ എന്നവർ തിരിച്ചറിയുന്നു. ഓരോരുത്തരും ഓരോ ജോലി ഏറ്റെടുത്തു. ടെറ്റിയ തൻ്റെ മാന്ത്രിക വസ്ത്രം ക്ലോക്ക് ഉപയോഗിച്ചിട്ട് ഡ്രാഗന്റെ ശ്രദ്ധ ധരിക്കാൻ ശ്രമിച്ചു. ആ വസ്ത്രം ലെവിറ്റേഷൻ പവർ വെച്ചിട്ട് വായുവിൽ പറത്തി ഡ്രാഗനെ കുഴപ്പിക്കാനായിരുന്നു അവളുടെ ശ്രമം. ആ സമയം കൊണ്ട് മുന്നിലുള്ള വലിയ മതിൽ തകർത്ത് വഴിതെളിക്കാനുള്ള സിജിൽ വരയ്ക്കാൻ അഗോത്ത് ശ്രമിക്കുന്നു. എന്നാൽ ഈ സമയത്താണ് കോക്കോ അവിടെ മുകളിലായി ഭിത്തിയിൽ വിചിത്രമായി വരയ്ക്കപ്പെട്ട മറ്റൊരു സിജിൽ ശ്രദ്ധിക്കുന്നത്. അതേക്കുറിച്ച് അഗോത്തിനോട് മുന്നറിയിപ്പ് നൽകാൻ വിളിക്കുന്നെങ്കിലും അബദ്ധമെന്ന് പറയട്ടെ, അവളുടെ കയ്യിൽ തട്ടുകയും വരച്ചുകൊണ്ടിരുന്ന സിജിൽ തെറ്റുകയും ചെയ്യുന്നു. ഇത് അഗോത്തിനെ വല്ലാതെ പ്രകോപിപ്പിച്ചു. അവൾ കോക്കോയോട് വളരെ ക്രൂരമായി സംസാരിക്കുകയും കോക്കോ ഒരു ഉപകാരവുമില്ലാത്ത കുട്ടിയാണെന്ന് ആക്ഷേപിക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം കേട്ട് ആകെ തകർന്ന് നിശബ്ദയായി പോയ കോക്കോ ഒടുവിൽ എല്ലാം ഉപേക്ഷിച്ച് മാറി നിൽക്കെ ഈ സംഘർഷത്തിനിടയിലാണ് ശാന്ത സ്വഭാവിയായ റിച്ചെ തൻ്റെ കഴിവ് തെളിയിക്കുന്നത്. അവൾ മതിലിൻ്റെ വിവിധ ഭാഗങ്ങളിലായി ചെറിയ ചെറിയ അനേകം സിജിലുകൾ വട്ടത്തിൽ വരച്ചു ചേർത്തു. ഒറ്റനോട്ടത്തിൽ അത് നിസ്സാരമായി തോന്നുമെങ്കിലും അവയെല്ലാം ഒന്നിച്ച് പ്രവർത്തിച്ചപ്പോൾ മതിലിൽ ഒരു വലിയ സുഷിരം രൂപപ്പെട്ടിരിക്കുകയാണിപ്പോൾ. അങ്ങനെ ഒരു രക്ഷാമാർഗമായിരിക്കുന്നു. അഗോത്താകട്ടെ ആ ദേഷ്യം വിട്ടുമാറാതെ കോക്കോയോട്, ഇത് ഒരു വഴിയാണ്, പുറത്തേക്ക് പോകാൻ പറ്റുമെന്ന് അറിയില്ലെങ്കിലും ഞങ്ങൾ രക്ഷപ്പെടാൻ ശ്രമിക്കും, നിനക്ക് വരാം വരാതിരിക്കാം, അതിലൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് മടിച്ചു നിൽക്കുന്ന ടെറ്റിയെ വിളിച്ചുകൊണ്ട് പോകുന്നു. കോക്കോ മാനസികമായി വല്ലാണ്ട് തളർന്നുപോയി. കാരണം തന്നെ ടെറ്റിയെ മോശമായി കുറ്റപ്പെടുത്തി. ഇപ്പോൾ അഗോത്തിൻ്റെ ശകാരവും. അവൾ വല്ലാണ്ട് അപ്സെറ്റായി നിൽക്കുവാണ്. താൻ മറ്റുള്ളവർക്കൊരു ഭാരമാണോ എന്ന ചിന്ത അവളെ തളർത്തി കളഞ്ഞു. പാവം. എന്ത് ചെയ്യണമെന്ന വിഷമത്തിൽ കിഫ്രിയെ വിളിച്ചു നിൽക്കുന്ന ആ നിമിഷത്തിൽ നമ്മൾ തൽക്കാലത്തേക്ക് കോക്കോയുടെ കാഴ്ചകൾ അവസാനിപ്പിക്കുകയാണ്. എപ്പിസോഡിൻ്റെ അവസാന ഭാഗങ്ങളിൽ കിഫ്രി ബ്രീംഡ് ക്യാപ്സിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു. അവർ കോക്കോയെ തങ്ങളുടെ ലോകത്തേക്ക് ആകർഷിക്കാൻ ശ്രമിക്കുകയാണ്. കോക്കോയ്ക്ക് പ്രത്യേകമായ എന്തോ കഴിവുണ്ടെന്ന് അവർ വിശ്വസിക്കുന്നു. ഈ എപ്പിസോഡ് വളരെ വേഗത്തിലാണ് കഥയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കേവലം മാന്ത്രികവിദ്യ പഠിക്കുന്ന കുട്ടികളുടെ കഥ എന്നതിലുപരി ഗൂഢാലോചനകളും വൻ അപകടങ്ങളും നിറഞ്ഞ ഒരു വലിയ ലോകത്തെയാണിത് പരിചയപ്പെടുത്തുന്നത്. റിച്ചി എന്ന കഥാപാത്രത്തിൻ്റെ ബുദ്ധിശക്തിയും അഗോത്തിൻ്റെ കണിശതയും കോക്കോയുടെ നിഷ്കളങ്കതയും എല്ലാം കൂടി ചേരുമ്പോൾ കഥ കൂടുതൽ ആഴമുള്ളതായിക്കൊണ്ടിരിക്കുകയാണ്. കോക്കോയുടെ മനസ്സിപ്പോൾ വളരെ തളർന്ന അവസ്ഥയിലാണ് ഉള്ളത്. അടുത്തു തന്നെ അപകടവും.
ഇനി എന്താവും ഉണ്ടാവുക? നമുക്ക് കാത്തിരുന്ന് കാണാം.